ഓക്കെ ഗൈസ്, പോയിട്ട് വരാം. ഇന്ന് വൈകുന്നേരം തുഷ്കുവിൻ്റെ അമ്മ വിളിച്ചപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് ഇന്ന് എടപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ തുടങ്ങുകയാണെന്ന്. പെരുന്നാളുകളും ഉത്സവങ്ങളും ഒന്നും മിസ് ചെയ്യാത്ത രണ്ടുപേരാണ് കേട്ടോ ഞങ്ങൾ. സോ ഇന്ന് നമ്മൾ പോണത് എടപ്പള്ളി പള്ളിയിലേക്കാണ്. നമ്മുടെ റൂമിൽ എല്ലാവർക്കും ബജ്ജി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുന്നംപുറത്ത് പുതിയൊരു ബജ്ജി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. 2 ഫ്രണ്ട്സ് ഒരുമിച്ച് തുടങ്ങിയ ഒരു കടയാണ് കേട്ടോ അത്. ഡെയിലി ഒരു 3 മണിയാകുമ്പോൾ ഇവർ ഷോപ്പ് തുറക്കും കേട്ടോ. ആക്രാന്തം പിടിച്ച് കഴിച്ചപ്പോൾ ചെറുതായിട്ട് എൻ്റെ വായൊന്ന് പൊള്ളി. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുറച്ചധികം നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായി. കാരണം വേറെ ഒന്നല്ല, നമുക്ക് ഊബർ കിട്ടുന്നുണ്ടായിരുന്നില്ല. പെരുന്നാളായതുകൊണ്ട് തന്നെ എടപ്പള്ളി ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഡിസ്ട്രിക്ട് കളക്ടറുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. പക്ഷെ ഒരു രക്ഷയില്ല, നല്ല ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എടപ്പള്ളി പള്ളിയിലെത്തി. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അവർ പള്ളിയും പരിസരവും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പള്ളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണിത്. കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്ന് ഈ പള്ളി തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പുറത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ഡിവൈനായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില സമയത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പോലും നമ്മൾ മറന്നുപോകും. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ പറയാൻ മറന്നുപോയി. നമ്മൾ ജസ്റ്റ് ഒരു വിഗ്രഹത്തിലേക്ക് നോക്കി നിന്ന് ആ ഒരു പോയിന്റിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് സമാധാനവും സന്തോഷമൊക്കെ വരുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഫീൽ എനിക്ക് ഈ പള്ളിയിൽ വരുമ്പോഴും കിട്ടാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. ആദ്യം കൊണ്ടുപോയത് ജീസസിൻ്റെ വിഗ്രഹമാണ്. പിന്നെ ഇപ്പോൾ കൊണ്ടുപോയ വിഗ്രഹം എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ എന്തെങ്കിലും കുടിക്കാം എന്നുള്ളൊരു പ്ലാനിലായി. കാരണം നമ്മൾ അത്യാവശ്യം ഫുള്ളായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് തുഷ്കുവിന് കരിമ്പ് ജ്യൂസ് കുടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൂ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഏട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അങ്കിളുടെ ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു കരിമ്പ് ജ്യൂസ് ഫ്രഷായിട്ട് വാങ്ങി. ഈ ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു സർബത്തും വാങ്ങിട്ടോ. കരിമ്പ് ജ്യൂസ് ആണെങ്കിലും സർബത്താണെങ്കിലും രണ്ടും അടിപൊളിയായിരുന്നു. ഈ അടുത്ത് തിരുവല്ലയിലെ ഉത്സവത്തിന് പോയപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് വാങ്ങാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ ഈ മാതാവിൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഈ പരിപാടി തുടങ്ങാനായി എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് കേട്ടത്. ഞങ്ങളിത് കണ്ടില്ലായിരുന്നെങ്കിൽ റൂമിലെത്തിയ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തായിരുന്നു. കാരണം ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഫുൾ ഞങ്ങൾ കണ്ടു. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ. സോ ദീസ് ആർ ദ കുട്ടി കുട്ടി തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ അമ്പിസ്വാമിയിലേക്കാണ് പോയത്. ബിക്കോസ് നമുക്ക് ഇന്ന് രാത്രി പി ജിയിൽ ഡിന്നർ ഇല്ല. സോ നമ്മൾ ഇവിടുന്ന് ലൈറ്റായിട്ട് ഡിന്നർ കഴിച്ച് നമ്മൾ നേരെ പി ജിയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.